ഇന്ന് നമുക്ക് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള ഹക്ക് എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഭാനു എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ച അബ്ബാസ് എന്ന വക്കീൽ തന്റെ ഉമ്മയെ കാണുവാനായിട്ട് പോയിട്ട് തിരികെ വരുന്ന അബ്ബാസ് മറ്റൊരു പെണ്ണിനെയും വിവാഹം കഴിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതും ആദ്യ ഭാര്യയുള്ളപ്പോൾ. ഭാനു ആണെങ്കിലോ മൂന്നാമതും ഗർഭിണിയായിരിക്കുന്ന സമയമായിരുന്നു. തന്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചതോടുകൂടി ഭാനു ആകെ തകർന്നു പോകും. ഭാനു ആണെങ്കിലോ തന്റെ ഭർത്താവിനെ ഷെയർ ചെയ്യുവാനായിട്ടും തയ്യാറായിരുന്നില്ല. പിന്നീട് എന്തൊക്കെ സംഭവിച്ചു? ഭാനുവിന്റെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ടൊരു പോരാട്ടമായിരുന്നു. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ നായികയെ ഷാസിയ ഭാനുവിനെ കാണിക്കുന്നു. ഭാനുവിന്റെ വിവാഹം നടക്കുവാനായി പോവുകയാണ്. ഭാനുവിനെ വിവാഹം കഴിക്കുന്നതോ വക്കീലായ അബ്ബാസ് ഖാനും. രണ്ടുപേരുടെയും വിവാഹം മംഗളകരമായിട്ട് കഴിയുകയാണ്. അങ്ങനെ ഭാനു അബ്ബാസിന്റെ വീട്ടിലേക്കും എത്തി. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭാനുവിന്റെയും അബ്ബാസിന്റെയും ജീവിതം വളരെ സന്തോഷകരമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നതും. അബ്ബാസിനാണെങ്കിലോ ഭാനു എന്ന് വെച്ചാൽ ജീവനാണ്. രണ്ടുപേരും തമ്മിൽ നല്ല സ്നേഹവുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഭാനുവും അബ്ബാസിന്റെ അയൽവാസിയെ സലീമും തമ്മിൽ ചെറിയൊരു പ്രശ്നം നടക്കുന്നു. എന്തെന്നാൽ സലീമിന്റെ വീടിന്റെ സൺഷെയ്ഡ് അബ്ബാസിന്റെ വീട്ടിലേക്കാണ് ഇരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ആ ഒരു സൺഷെയ്ഡ് കാരണം അവരുടെ വീട്ടിലെ തോട്ടത്തിലെ ചെടികൾക്കൊന്നും വെയിൽ കിട്ടുന്നതേയില്ല. ആ ഒരു കാര്യം ഭാനു പറയുന്നുണ്ട്. മാത്രവുമല്ല, ആ ഒരു സൺഷെയ്ഡ് ഇടിച്ചു കളയുവാനായിട്ടും ഭാനു തീരുമാനിക്കുന്നു. എന്നാൽ അതറിയുന്ന സലീമാണെങ്കിൽ സ്ത്രീകളൊന്നുമല്ല എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത്, അതിന് പുരുഷന്മാരില്ലേ. മാത്രവുമല്ല, അത് നിന്റെ വസ്തുവൊന്നുമല്ലല്ലോ, നിന്റെ ഭർത്താവായ അബ്ബാസിന്റേതല്ലേന്ന് ചോദിക്കും. അത് കേട്ടതും ഭാനുവിന് ദേഷ്യം വരുന്നു. ഭാനു ഉടനെ തന്നെ ആ ഒരു വിവരം അബ്ബാസിനെ അറിയിക്കും. തിരികെ വീട്ടിലേക്ക് വന്ന അബ്ബാസ് ഭാനുവിന്റെ പേരിൽ ആ ഒരു വസ്തു എഴുതി വെക്കുന്നു. എന്നിട്ടത് സലിമിനെ കൊണ്ടുവന്ന് കാണിക്കും. ഇതിനു മുതൽ ഭാനുവിന്റെ പേരിലാണെന്നും സലിമിനോട് പറയുന്നു. അത് കേൾക്കുന്നതും ഭാനുവിന് ഒരുപാട് സന്തോഷമാകും. സലിമിനാണെങ്കിലോ വല്ലാതെ ദേഷ്യവുമാകുന്നു. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഭാനുവാണെങ്കിൽ 2 കുട്ടികളെ പ്രസവിച്ചു. ഇപ്പോൾ ദേ മൂന്നാമതും പ്രഗ്നന്റ് ആയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഭാനുവും തന്റെ 2 മക്കളും കൂടി ഗാർഡനിലിരുന്ന് പട്ടിക്കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് സലീം കാണും. അവരുടെ ആ ഒരു മതത്തിന് പട്ടികൾ ഹറാമായതുകൊണ്ട് തന്നെ സലീം ആ ഒരു കാര്യം ഭാനുവിനോട് ചോദിക്കുന്നു. ഭാനുവിനാണെങ്കിൽ അത് വല്ലാതെ ദേഷ്യം വരും. അവളുടെ ആ ഒരു ഫ്രീഡത്തില് സലീം ഇടപെടുന്നത് കൊണ്ട് തന്നെ ദേഷ്യം വന്ന ഭാനു അബ്ബാസിനെ വിളിച്ച് വിവരം പറയുന്നു. എന്നാൽ അബ്ബാസിനാണെങ്കിൽ ദേഷ്യം വരും. ഇതുപോലെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഫോണിന്റെ കണക്ഷനെ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അബ്ബാസ് ദേഷ്യപ്പെട്ടാണ് കോള് കട്ട് ചെയ്യുന്നതും. ഭാനുവിനത് വല്ലാതെ വിഷമമുണ്ടാക്കി. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം അബ്ബാസിന് ഭാനുവിനോടുള്ള സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അത് ഭാനുവിന് മനസ്സിലാകുന്നുണ്ട്. ഒരു ദിവസം അബ്ബാസ് തന്റെ അമ്മയ്ക്കടുത്തേക്ക് പോകുവാനായും തീരുമാനിച്ചു. അമ്മയുള്ളത് പാകിസ്ഥാനിലാണ്. ഒരു 2 ആഴ്ച കഴിഞ്ഞ് താൻ വരുമെന്ന് പറഞ്ഞിട്ടാണ് അബ്ബാസ് പോയതും. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, എന്നിട്ടും ഒരു കോള് പോലും വരുന്നതേയില്ല. അബ്ബാസ് എവിടെയാണെന്നറിയാതെ ഭാനു വല്ലാതെ ടെൻഷനായി. 2 ആഴ്ച കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു പോയ അബ്ബാസ് തിരികെ വന്നതോ 3 മാസം കഴിഞ്ഞാണ്. അബ്ബാസിനൊപ്പം അവന്റെ അമ്മയും ഉണ്ടായിരുന്നു. ഭാനുവിന് സന്തോഷമാകും. എന്നാൽ അബ്ബാസിനെയും അമ്മയും കൂടാതെ ആ ഒരു കാറിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അതാരാണെന്ന് ഭാനു നോക്കും. ആളുകൾ എല്ലാവരും കൂടി നിൽക്കുകയാണ്. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാര്യം ഭാനു അറിഞ്ഞത്. എന്തെന്നാൽ അബ്ബാസ് മറ്റൊരു വിവാഹം കൂടി കഴിച്ചിരിക്കുകയാണ്. പെൺകുട്ടിയുടെ പേര് സൈറ. ഈ സൈറ സത്യത്തിൽ അബ്ബാസിന്റെ ഉമ്മയുടെ സഹോദരിയുടെ മകളാണ്. സൈറയുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോയി. മാത്രവുമല്ല, ഈ അബ്ബാസിന്റെ ഉമ്മയുടെ സഹോദരിയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭർത്താവ് മരിച്ച് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിന്ന് സൈറയെ ഉപേക്ഷിക്കുവാനായിട്ട് അവർക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് സൈറയെ അബ്ബാസ് വിവാഹം കഴിച്ചു കൊണ്ടുവന്നതും. എന്നാൽ ഭാനുവാണെങ്കിൽ തകർന്നു നിൽക്കുകയാണ്. അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഭാനുവിനടുത്തേക്ക് വന്ന അബ്ബാസ് പറയുന്നത്, സത്യത്തിൽ ഞാൻ മനസ്സുകൊണ്ട് കരുതി അവളെ വിവാഹം കഴിച്ചതല്ല. എന്റെ അമ്മ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ വിവാഹം കഴിച്ചതും. പക്ഷേ ആരൊക്കെ എന്റെ ജീവിതത്തിൽ വന്നാലും നീയാണ് എന്റെ ഭാര്യ. നിനക്ക് മാത്രമാണ് എല്ലാ അവകാശവും ഉള്ളതെന്നും അബ്ബാസ് ഭാനുവിനോട് പറയുന്നു. മാത്രമല്ല, സൈറയെ നമുക്ക് ഇവിടുത്തെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കാമെന്നും അബ്ബാസ് പറയുന്നു. ഇനി എന്തെന്നൊക്കെ പറഞ്ഞാലും തന്റെ ഭർത്താവിനെ മറ്റൊരു പെൺകുട്ടിക്ക് വിട്ടുകൊടുക്കുവാനായിട്ട് ഭാനു തയ്യാറായിരുന്നില്ല. അവൾക്കാണെങ്കിൽ അതൊന്നും സഹിക്കാൻ കഴിയുന്ന കാര്യമേ അല്ലായിരുന്നു. മാത്രമല്ല, മൂന്നാമതും പ്രഗ്നന്റ് ആണ്. നീ പ്രസവിക്കുന്ന സമയം നിനക്ക് എല്ലാ കാര്യത്തിനും സൈറ ഒരു കൂട്ടായിരിക്കുമല്ലോ എന്ന് കൂടി അബ്ബാസ് പറയുന്നു. എന്നാൽ തന്റെ ഭാര്യയ്ക്കാണ് എല്ലാ അവകാശമെന്ന് അബ്ബാസ് പറഞ്ഞതുകൊണ്ട് തന്നെ അബ്ബാസിന്റെ എല്ലാ കാര്യങ്ങളും ഭാനു തന്നെ നോക്കുന്നു. ഒന്നിലും ഇടപെടുവാനായിട്ട് സൈറയെ സമ്മതിക്കുന്നതേയില്ല. അത് സൈറയ്ക്കും മനസ്സിലാകുന്നുണ്ട്, അബ്ബാസിനും മനസ്സിലാകുന്നുണ്ട്. ഒരു ദിവസം തനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങുവാനായിട്ട് പുറത്തു പോകണമെന്നും സൈറ പറയുന്നു. താനും കൂടെ വരാമെന്ന് ഭാനു പറയും. അങ്ങനെ സൈറയും കൂട്ടി ഭാനു പുറത്തേക്ക് പോകുന്നു.
മാർക്കറ്റിൽ സാധനം വാങ്ങുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും അബ്ബാസിന് ഇഷ്ടമല്ലാത്തതാണ് സൈറയെ കൊണ്ട് ഭാനു വാങ്ങിപ്പിക്കുന്നതും. അബ്ബാസിന് ഇഷ്ടമല്ലാത്ത പെർഫ്യൂം, അബ്ബാസിന് ഇഷ്ടമല്ലാത്ത ക്ലോത്ത് കൊണ്ടുണ്ടാക്കിയ അണ്ടർ ഗാർമെന്റ്സ്, ഇതെല്ലാമാണ് ഭാനു വാങ്ങിപ്പിക്കുന്നതും. അതെല്ലാം കാണുന്ന സൈറയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നോ? സത്യത്തിൽ അബ്ബാസിനെ ആരും നിർബന്ധിച്ചല്ല എന്നെ വിവാഹം കഴിപ്പിച്ചതും. ഞാനും അബ്ബാസും ആദ്യം പ്രണയത്തിലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ വീട്ടുകാർ വിവാഹം കഴിപ്പിച്ചില്ല. എന്നെ കൊണ്ട് മറ്റൊരാളെ വിവാഹം കഴിപ്പിച്ചു. അതിനുശേഷമാണ് അബ്ബാസ് നിങ്ങളെ വിവാഹം കഴിച്ചതും. എന്നാൽ എന്റെ ഹസ്ബൻഡ് മരണപ്പെട്ടുവെന്ന് അറിഞ്ഞതോടുകൂടി അബ്ബാസ് എന്റെ അടുത്തേക്ക് ഓടി വരികയാണ് ചെയ്തത്. അബ്ബാസ് തന്നെയാണ് എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞതും. അല്ലാതെ ആരും തന്നെ നിർബന്ധിച്ചതേയില്ല. നിങ്ങൾ അബ്ബാസിന്റെ ആദ്യ ഭാര്യയായിരിക്കാം, എന്നാൽ അബ്ബാസിന്റെ ആദ്യ കാമുകി ഞാനാണ്. അബ്ബാസിന്റെ എല്ലാ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടും ആദ്യം അറിയാവുന്നത് എനിക്കാണ്. നിങ്ങൾ ഇനി എന്തൊക്കെ കാണിച്ചാലും എനിക്ക് എല്ലാ കാര്യങ്ങളും അബ്ബാസിന്റെ നന്നായിട്ടറിയാം. എന്റെ അടുത്തേക്കാണ് അബ്ബാസ് ആദ്യം ഓടി വന്നത്, അല്ലാതെ ഞാൻ ആരെയും നിർബന്ധിച്ചതേ അല്ല എന്നും ഭാനുവിനോട് സൈറ പറയുന്നു. സൈറ പറഞ്ഞതെല്ലാം കേട്ട് ഭാനു ആകെ ഞെട്ടിപ്പോവുകയാണ്. തന്റെ ഭർത്താവ് തന്നോട് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് ഭാനുവിന് മനസ്സിലായി. വീട്ടിലെത്തിയ ഭാനു അത് അബ്ബാസിനോട് ചോദിച്ച് വഴക്കുകൂടുകയാണ്. എന്നാൽ അബ്ബാസിനാണെങ്കിൽ മറുപടി കൊടുക്കുവാനേ താല്പര്യമില്ല. അവൻ ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ കാര്യമല്ലേ എന്നാണ് അബ്ബാസ് പറയുന്നതും. അതോടുകൂടി എല്ലാം സത്യമാണെന്നും ഭാനു ഉറപ്പിച്ചു. എന്നാൽ അതിനുശേഷം അബ്ബാസിന് ഭാനുവിനോടുള്ള പെരുമാറ്റം ഭാനുവിനെ വേദനിപ്പിക്കുന്നതായിരുന്നു. ഭാനുവിനടുത്ത് അവൻ കിടക്കാറേയില്ല. സൈറയോടൊപ്പമാണ് അവൻ രാത്രി കിടക്കുന്നത് പോലും. മാത്രവുമല്ല, സൈറയുടെ റൂമിൽ നിന്നും അബ്ബാസിന്റെയും സൈറയുടെയും ചിരിയും ബഹളവും ഒക്കെ കേൾക്കുമ്പോൾ ഭാനുവിനത് വല്ലാതെ വേദനയാണ് ഉണ്ടാക്കുന്നതും. മാത്രമല്ല, ഭാനു പൂർണ്ണ ഗർഭിണി കൂടിയാണ്. അവൾ എപ്പോഴും കരഞ്ഞു കരഞ്ഞാണ് ഉറങ്ങാറുള്ളതും. അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഭാനു ആ ഒരു വീട്ടിലുണ്ടെന്ന് തന്നെ അബ്ബാസ് കണക്കാക്കാറില്ല. സൈറയ്ക്കാണ് മുഴുവൻ അധികാരവും. ഭാനു ആദ്യത്തെ ഭാര്യ എന്ന് പറയുന്നതല്ലാതെ അവൾക്ക് ആ ഒരു പരിഗണന പോലും വീട്ടിൽ കിട്ടുന്നതേയില്ല. അങ്ങനെയിരിക്കെ ഭാനു പ്രസവിച്ചു. കൂടാതെ സൈറയും പ്രഗ്നന്റ് ആവുകയാണ്. അവൾക്കും കുഞ്ഞ് ജനിക്കുന്നു. അങ്ങനെയിരിക്കെ ഭാനുവിന്റെയും അബ്ബാസിന്റെയും വെഡിങ് ആനിവേഴ്സറി ദിവസമായിരുന്നു. ഭർത്താവിന് സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി ഒരുങ്ങി സുന്ദരിയായി ഭാനു നല്ല ആഹാരമൊക്കെ ഉണ്ടാക്കി അബ്ബാസിന്റെ ഓഫീസിലേക്ക് ചെല്ലും. എന്നാൽ അബ്ബാസിനാണെങ്കിൽ ഭാനുവിനെ കാണുന്നത് പോലും ദേഷ്യമാ. അവളോടധികം മിണ്ടാറ് പോലുമില്ല. ഭാനുവിനെ കണ്ടതും ദേഷ്യം വന്ന അബ്ബാസ് എല്ലാവരുടെയും മുന്നിലിട്ട് ഭാനുവിനെ വഴക്ക് പറഞ്ഞു. വീട്ടിലെത്തിയ ഭാനുവാണെങ്കിൽ ആ ഒരു സങ്കടം സഹിക്കാനാകാതെ തന്റെ 3 മക്കളെയും എടുത്ത് തന്റെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ വീട്ടിലെത്തിയ അബ്ബാസ് ഭാനു കുട്ടികളെയും എടുത്ത് വീട്ടിലേക്ക് പോയി എന്ന കാര്യം അമ്മ വഴി അറിയും. അതോടുകൂടി അബ്ബാസിന് വല്ലാത്ത ദേഷ്യമാകും. അവൾ അവളുടെ ഇഷ്ടത്തിന് കുട്ടികളെയും എടുത്ത് ഇറങ്ങിപ്പോയതല്ലേ, അവൾ തന്നെ ഇവിടെ തിരികെ വരട്ടെ, ഞാൻ വിളിക്കാനൊന്നും പോകുന്നില്ല എന്നും അബ്ബാസ് പറയുന്നു. അങ്ങനെ ഭാനു തന്റെ 3 കുട്ടികളുമായി വീട്ടിലെത്തി. ഭാനുവിന്റെ വീട്ടിൽ അവളുടെ ഉമ്മയും ഉപ്പയുമാണുള്ളത്. ഭാനുവിന്റെ ഉപ്പയാണെങ്കിലോ കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുകയാണ്. കുറേ മാസങ്ങൾ അങ്ങനെ കടന്നു പോകുന്നു. കുഞ്ഞുങ്ങൾക്ക് ചിലവിനായിട്ട് അബ്ബാസ് 400 രൂപയും എല്ലാ മാസവും അയച്ചു കൊടുക്കും. എന്നാൽ കുറച്ചു മാസങ്ങളായിട്ട് കാശ് വരുന്നില്ല. അതോടുകൂടി ഭാനുവിന്റെയും കുഞ്ഞുങ്ങളുടെയും അവസ്ഥ വളരെ കഷ്ടമായി. എന്നാൽ ഒരു ദിവസം ഭാനു തന്റെ ഉപ്പയ്ക്കൊപ്പം 3 കുട്ടികളെയും കൂട്ടി അബ്ബാസിന്റെ വീട്ടിലേക്ക് വരും. കരഞ്ഞു കാല് പിടിച്ച് തിരികെ കയറാനല്ല വന്നിരിക്കുന്നത്. 3 കുട്ടികൾക്കും അബ്ബാസ് ചിലവിന് കൊടുക്കണമെന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ അബ്ബാസ് അതിന് തയ്യാറാകുന്നില്ല. അബ്ബാസിനാണെങ്കിൽ ഭാനു ആണെങ്കിൽ അബ്ബാസിന്റെ കാല് പിടിച്ച് കെഞ്ചി അവിടെ നിൽക്കണം. ഭാനു അതിന് തയ്യാറാകുന്നതുമില്ല. അബ്ബാസിന്റെ കൂടി കുട്ടികളല്ലേ, അപ്പോൾ ചിലവിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം അബ്ബാസിന്റേതാണെന്നും ഭാനു പറയുന്നു. എന്നാൽ അബ്ബാസിന്റെ ഈഗോയാണെങ്കിൽ അതിന് സമ്മതിക്കുന്നതേയില്ല. അങ്ങനെയാണെങ്കിൽ കോടതിയിൽ കാണാമെന്ന് പറഞ്ഞാണ് ഭാനു ഇറങ്ങുന്നതും. അങ്ങനെ ഭാനു ആണെങ്കിലോ കോടതിയിൽ കേസ് കൊടുക്കുകയാണ്. ആദ്യം ഭാനുവും ഉപ്പയും പള്ളി വഴി നീങ്ങുവാനൊക്കെ നോക്കും. പക്ഷെ ആരും തന്നെ ഇവരുടെ കാര്യത്തിൽ അങ്ങനെ ഇടപെടുന്നതേയില്ല. അങ്ങനെ ഭാനുവും ഉപ്പയും ചേർന്ന് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു. അബ്ബാസ് ആ കോടതിയിലെ പേര് കേട്ട വക്കീലായതുകൊണ്ട് തന്നെ ആ കേസിനും വലിയ താല്പര്യം ആരും കൊടുക്കുന്നതേയില്ല. മാത്രവുമല്ല, ഭാനുവിന് വേണ്ടി വാദിക്കാനും ഒരു വക്കീലും തയ്യാറാകുന്നില്ല. ആദ്യം നിങ്ങളൊരു വക്കീലുമായിട്ട് വരുവാനായിട്ടാണ് ജഡ്ജി പറഞ്ഞതും. ഭാനു തന്റെ അവസ്ഥയൊക്കെ ജഡ്ജിക്ക് മുന്നിൽ പറയുന്നു. എന്നാൽ അത് അവിടെ നിന്നൊരു ലേഡി വക്കീൽ കേൾക്കും. അവരാണെങ്കിൽ ഭാനുവിന് വേണ്ടിയിട്ട് വാദിക്കുവാനായും തയ്യാറാകുന്നു. അങ്ങനെ അബ്ബാസിനെതിരായിട്ട് അവർ കേസും ഫയൽ ചെയ്യുകയാണ്. അതോടുകൂടി അബ്ബാസിനോട് സൈറ പറയുന്നുണ്ട്, ആ 400 രൂപ കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഈ ഒരു കേസ് എങ്ങനെയായാലും മുന്നോട്ട് പോയി കഴിഞ്ഞാലും ഭാനു തന്നെ വിജയിക്കുമെന്നും സൈറ പറയുന്നു. അത് കേട്ട അബ്ബാസ് ആണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കും. പക്ഷേ എന്നാലും അബ്ബാസിന്റെ ഈഗോയാണെങ്കിൽ ആ ഒരു പൈസ കൊടുക്കുവാനായിട്ടും ഭാനുവിന്റെ മുന്നിൽ തോൽക്കുവാനായിട്ടും തയ്യാറാകുന്നതേയില്ല. അടുത്ത ദിവസം അബ്ബാസ് ഭാനുവിനെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഭാനുവിനെ ഭാര്യയെ സ്വീകരിക്കാൻ വേണ്ടിയല്ല വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഭാനു തന്റെ ഭാര്യയെ തുടരുന്ന സമയം മാത്രമല്ലേ അവൾക്ക് ചിലവിന് കൊടുക്കേണ്ടിയിരിക്കുന്നുള്ളൂ. അവളുമായിട്ടുള്ള ബന്ധം ഒഴിഞ്ഞാൽ പിന്നെ കൊടുക്കണ്ടല്ലോ എന്നാണ് അബ്ബാസ് പറയുന്നതും. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അബ്ബാസ് തലാക്ക് ചൊല്ലി ഭാനുവുമായിട്ടുള്ള ബന്ധം ഒഴിയുകയാണ്.
3 തവണ തലാക്കും ചൊല്ലി വിവാഹ സമയത്ത് സ്ത്രീധനമായി വാങ്ങിയ കാശും അവർക്ക് എണ്ണിക്കൊടുത്തതിനു ശേഷം ഭാനുവിനെ വീട്ടിൽ നിന്ന് മടിച്ചിറക്കി വിടുന്നു. അതോടുകൂടി ഭാനു തകർന്നു പോവുകയാണ്. ഇനി എങ്ങനെ കേസുമായി മുന്നോട്ട് പോകുമെന്നും വക്കീൽ അവളോട് ചോദിക്കും. അതേ സമയത്തായിരുന്നു ഭാനു ഒരു കാര്യം പറയുന്നത്. അങ്ങനെ ഒരുമിച്ചൊന്നും തലാക്ക് ചൊല്ലി ആരുമായിട്ടും ബന്ധമൊഴിയാനൊന്നും പറ്റില്ല. 3 മാസത്തെ ഇടവേള എടുത്താണ് ഓരോ തവണയായിട്ട് തലാക്ക് ചൊല്ലുന്നതും. പക്ഷേ അബ്ബാസ് ആണെങ്കിലോ ഒറ്റ തവണ കൊണ്ട് അത് ചൊല്ലി തീർത്തു. ഒരുമിച്ച് 3 തലാക്കും ചൊല്ലി ബന്ധമൊഴിയുന്നത് നമ്മുടെ മുസ്ലിം നിയമത്തിനെതിരാണെന്നും ഭാനു പറയുന്നു. അത് കേട്ടതും വക്കീലിനൊരു ഐഡിയ തോന്നും. അടുത്ത ദിവസം തന്നെ ഭാനുവിനെ കൊണ്ട് കോടതിയിലേക്ക് എത്തുകയാണ്. വക്കീൽ വാദിക്കുന്നത് ഭാനു ഇപ്പോഴും അബ്ബാസിന്റെ ഭാര്യ തന്നെയാണ്. ഇടവേളകളില്ലാതെയാണ് അബ്ബാസ് തലാക്ക് ചൊല്ലിയിരിക്കുന്നതും അതവരുടെ നിയമത്തിൽ കൂട്ടത്തില്ല എന്നും വക്കീൽ വാദിക്കുന്നു. എന്നാൽ അബ്ബാസ് ആണെങ്കിൽ ഇതിനെതിരായിട്ടാണ് പറയുന്നതും. ഭാനു പറയുന്നത് 3 മാസത്തെ ഇടവേളകളിലാണ് തലാക്ക് ചൊല്ലേണ്ടത്. അതിനിടയിൽ വെച്ച് രണ്ടു കൂട്ടർക്കും സംസാരിക്കാനും ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനും സമയമുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും നടന്നിട്ടില്ല. ഒരൊറ്റ സമയം കൊണ്ട് തന്നെ 3 തലാക്കും ചൊല്ലി. അതൊരു ഡിവോഴ്സായിട്ട് കൂട്ടാനും കഴിയില്ല എന്നും ഭാനു പറയുന്നുണ്ട്. മാത്രമല്ല അവരുടെ മതപരമായിട്ടുള്ള റൂളും കാര്യങ്ങളും ഒക്കെ അവൾ പറയുന്നു. അത് കേട്ട് ജഡ്ജി പറയുന്നത് ഈ ഒരു കേസ് ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകുവാനായി കഴിയത്തില്ല. മുസ്ലിം കോർട്ടിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയൂ എന്നും ജഡ്ജി പറയുന്നു. അങ്ങനെ ഭാനു ആണെങ്കിൽ മുസ്ലിം കോർട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ ഭാനുവിന്റെ വാദങ്ങളൊന്നും അവിടെ ആരും കേൾക്കുവാനേ തയ്യാറാകുന്നില്ല. ഭാനുവിന് ഒരു വില പോലും അവിടെ കിട്ടിയതേയില്ല. അതുകൊണ്ട് തന്നെ അവൾ വീണ്ടും കോടതിയിലേക്കാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. അങ്ങനെ കോടതിയും കേസുമായിട്ട് വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. അവസാനം ഭാനുവിന് അനുകൂലമായിട്ട് വിധി വന്നു. കോടതി വിധിച്ചതോ അബ്ബാസ് 22 രൂപ ഭാനുവിനും കുഞ്ഞുങ്ങൾക്കും ചിലവിന് കൊടുക്കണമെന്ന്. പക്ഷേ 22 രൂപ എന്ത് തികയാനാ? ഭാനുവിന് അതുകൊണ്ടൊന്നും 3 കുട്ടികളെ വളർത്താൻ കഴിയാതെയായി. മാത്രവുമല്ല അവൾക്ക് പുറത്തിറങ്ങുമ്പോൾ പലരുടെയും കുത്തുവാക്കുകളും നാണക്കേടും ഒക്കെ സഹിക്കേണ്ടി വന്നു. മാത്രവുമല്ല ഈ ഒരു മതപരമായിട്ടും പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേർ ഭാനുവിനെയും കുട്ടികളെയും ഒക്കെ ആക്രമിക്കുവാനായും തുടങ്ങി. അത് സഹിക്കാനാകാത്ത ഭാനുവാണെങ്കിൽ കുട്ടികളെയും കൂട്ടി നേരെ അബ്ബാസിന്റെ അടുത്തേക്കാണ് വരുന്നത്. പക്ഷേ അബ്ബാസിനോട് മാപ്പ് പറഞ്ഞ് അവിടെ താമസിക്കാനൊന്നുമല്ല. മുൻപ് ഭാനുവിന്റെ പേരിൽ അബ്ബാസ് ആണെങ്കിൽ അവിടെ ഗാർഡനിലുള്ള ഒരു ഔട്ട് ഹൗസ് എഴുതി കൊടുത്തിരുന്നു. ആ ഔട്ട് ഹൗസിൽ തനിക്ക് താമസിക്കണമെന്ന് പറഞ്ഞാണ് ഭാനു എത്തിയിരിക്കുന്നതും. ഭാനുവിന്റെ പേരിലാണ് ആ വസ്തു ഇരിക്കുന്നത് കൊണ്ട് തന്നെ അബ്ബാസിനും എതിർക്കാൻ കഴിഞ്ഞില്ല. ഭാനുവും കുട്ടികളും ഔട്ട് ഹൗസിൽ താമസമാക്കി. പക്ഷെ അതൊന്നും സൈറയ്ക്ക് ഇഷ്ടമാകുന്നതേയില്ല. അങ്ങനെ കോടതിയിൽ കേസ് നടക്കുകയാണല്ലോ. അബ്ബാസിനെതിരായിട്ടാണ് എല്ലാ കാര്യങ്ങളും വന്നുകൊണ്ടേയിരുന്നതും. അബ്ബാസ് എന്തൊക്കെ വാദിക്കുവാനായി ശ്രമിക്കുന്നോ അപ്പോഴെല്ലാം ഭാനുവും ഭാനുവിന്റെ വക്കീലും അതെല്ലാം തകർത്തടിച്ച് കയ്യിൽ കൊടുക്കുകയാണ്. കാരണം ഭാനുവാണെങ്കിൽ നന്നായിട്ട് ഖുറാൻ വായിക്കുന്ന ആളാണ്. അതുകൊണ്ട് അവൾക്ക് ആ കാര്യങ്ങളിലേക്ക് നല്ല അറിവായിരുന്നു. കോടതി ഭാനുവിന് അനുകൂലമായിട്ടാണല്ലോ വിധി വന്നതും 22 രൂപ വെച്ച് അബ്ബാസ് കൊടുക്കണമെന്ന്. പക്ഷെ അതിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാനു വീണ്ടും കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നതും. അവസാനം വീണ്ടും ഭാനുവിന് അനുകൂലമായിട്ട് തന്നെയാണ് വിധി വന്നത്. 180 രൂപ വെച്ച് അബ്ബാസ് കൊടുക്കണമെന്നായി. ആ ഒരു 180 രൂപ കൊടുക്കുവാനായിട്ട് അബ്ബാസിന്റെ ഈഗോ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അബ്ബാസ് വീണ്ടും കേസുമായിട്ട് മുന്നോട്ട് പോകും. മുകളിലുള്ള കോടതിയിലോട്ടൊക്കെ കേസ് പോവുകയാണ്. എന്നാൽ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന ഭാനുവിനെ കാണുന്ന സൈറ പറയുന്നുണ്ട്, ദേ നോക്ക്, അവരിരുന്ന് ഖുറാൻ വായിക്കുന്നത് കണ്ടില്ലേ? നിങ്ങളെക്കാൾ അറിവ് അവൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് മുകളിലത്തെ കോടതിയിൽ പോയാലും ഭാനു തന്നെ ജയിക്കുമെന്നും സൈറ അബ്ബാസിനോട് പറയുന്നു. ഭാനു ഔട്ട് ഹൗസിൽ തന്റെ 3 മക്കൾക്കും ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവൾ പുറത്തു പോയാണ് ആഹാരത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ വെച്ച് ഭാനുവിന്റെ അച്ഛൻ മരണപ്പെട്ടു പോയി. അതോടുകൂടി ഭാനു ആകെ തകർന്നു പോകും. മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് അബ്ബാസും എത്തുന്നുണ്ട്. പക്ഷേ അബ്ബാസിന്റെ മൂത്ത മകൻ ഒഴിച്ച് 2 മക്കൾ മാത്രമേ അബ്ബാസിനോട് മിണ്ടുന്നുള്ളൂ. മൂത്ത മകന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അച്ഛനെ ഇഷ്ടമേ അല്ല. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഭാനു പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആളുകൾ എല്ലാവരും അവളെ വല്ലാതെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും അവൾക്കൊരു സാധനം പോലും കൊടുക്കരുതെന്നും പറയുന്നു. ആ കൂട്ടത്തിൽ സലീമുമുണ്ട്. അങ്ങനെ സുപ്രീം കോർട്ടിൽ കേസ് എത്തുകയാണ്. അബ്ബാസ് ആണെങ്കിൽ തനിക്ക് അനുകൂലമായിട്ട് കേസ് വരുവാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു. അവിടെ ഇരിക്കുന്ന എല്ലാവരും അബ്ബാസ് പറയുന്നത് കേട്ട് അതെല്ലാം അങ്ങ് വിശ്വസിക്കുകയാണ്. മുസ്ലിംസ് ആയിട്ടുള്ള എല്ലാവരും അബ്ബാസിനെയാണ് അനുകൂലിക്കുന്നതും. അവരുടെ ഈ ഒരു കേസ് എടുക്കേണ്ടത് മുസ്ലിംസിന്റെ കോടതിയിലാണെന്നും അബ്ബാസ് വാദിക്കുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ഭാനുവിന്റെ വക്കീലും വല്ലാതെ ടെൻഷനാകും. വീട്ടിലെത്തുന്ന അബ്ബാസിനോട് സൈറ പറയുന്നുണ്ട്, എനിക്ക് ഭാനുവാണ് ശരിയെന്ന് തോന്നുന്നു. ഭാനുവിന് അനുകൂലമായിട്ടേ മിക്കവാറും വിധി വരുമെന്നും സൈറ പറയും. അത് കേട്ടതും അബ്ബാസിന് വല്ലാതെ ദേഷ്യം വരും. സൈറ ഇപ്പോൾ ഭാനുവിന്റെ സൈഡായിരിക്കുകയാണെന്ന് അബ്ബാസിന് തോന്നലുണ്ടായി. അതോടുകൂടി അബ്ബാസ് ആണെങ്കിൽ സൈറയും വല്ലാതെ അവോയ്ഡ് ചെയ്യുകയാണ്.
അങ്ങനെ വീണ്ടും കോടതിയിൽ കേസെത്തുകയാണ്. അന്ന് തന്റെ വക്കീലിന് പകരം ഭാനു തന്നെയാണ് കേസ് വാദിക്കുന്നതും. എന്റെ പേര് ഷാസിയ ഭാനു എന്ന് പറഞ്ഞ് ഭാനു തന്നെക്കുറിച്ച് പറയുവാനായും ആരംഭിച്ചു. അബ്ബാസിനെ വിവാഹം കഴിച്ച സമയം സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതമായിരുന്നു. എന്നാൽ ഒരു ദിവസം അബ്ബാസ് ആണെങ്കിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. അത് തന്നെ ഒരുപാട് ബാധിച്ചു. പക്ഷേ പെട്ടെന്നൊരു ദിവസം മുത്തലാഖ് ചൊല്ലി തന്നെ ഒഴിവാക്കുകയും ചെയ്തു. അതെങ്ങനെ ശരിയാകാനാ? താനിരിക്കവേ തന്നെ തന്റെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചതോടുകൂടി തന്റെ ജീവിതമേ അവതാളത്തിലായി എന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെ ഭാനു വാദിക്കുന്നു. ഭാനു പറയുന്നതിൽ ന്യായമുണ്ടെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു. അതോടുകൂടി ഭാനുവിന് അനുകൂലമായിട്ട് വിധി വരികയാണ്. അന്നു മുതൽ കോടതി പറഞ്ഞ കാശ് അബ്ബാസ് ഭാനുവിനും കുട്ടികൾക്കുമായിട്ട് ചിലവിന് കൊടുക്കേണ്ടി വന്നു. ഭാനുവിന്റെയും കുട്ടികളുടെയും ജീവിതം ബെറ്ററായി വരികയാണ്. മാത്രവുമല്ല ഭാനു പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഖുറാന്റെ ക്ലാസ്സും എടുത്തു കൊടുക്കുന്നുണ്ട്. അതോടുകൂടി സിനിമയുടെ കഥയും അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.